ജയിച്ചു. അയ്യോ ഓടിക്കോ. അത് ശരി, നിങ്ങളുടെ തിരക്കാക്കിലെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ എല്ലാം സെറ്റ് ആയിരിക്കുന്നു. ഗിരി അവിടെ ഗിരിയേട്ടൻ വന്നോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അതിപ്പോണോ? ആ എടുക്ക് ചേച്ചിയെ. ഇതെങ്ങനുണ്ട്? നന്നായിണ്ട്. പ്രാവശ്യം ശരിയാവുന്നാണ് എൻ്റെ വിചാരം. നല്ലാണ് ആ വിചാരം. അതെ, ഈ വാങ്ങിക്കുന്നൊക്കെ എപ്പോൾ തിരിച്ചു തരാനാ പ്ലാൻ? വെറുപ്പിക്കലടി, ഞാൻ തരാം. ആ, ഈ ചോദിക്കുമ്പോൾ എടുത്തു തരുന്നതേ കല്യാണത്തിന് വെച്ചിരിക്കുന്ന കാശാണ്. അങ്ങനെ നിന്റെ കല്യാണം മുടങ്ങി പോകണം, ഞാൻ കിട്ടിയാ പോരെ? എടാ, ഈ നാളെങ്കിലും പണിക്കാളെ വിടുവോ? എനിക്കിത് ഇവിടുന്ന് നേരിട്ട് വാങ്ങിയാൽ പോരേനു. 5 ലക്ഷം തന്നാൽ മതിയാ, പെട്ടെന്ന് വിടുന്ന് പറഞ്ഞാൽ ഇടാ. അമ്മേ, ദേ അച്ഛൻ. ഗിരി, നീ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പം ഉണ്ടായതാരണം പറയാൻ നിൽക്കണ്ട. അങ്ങനെ പറഞ്ഞു ഇത്ര നേരായെന്ന് കാത്തിക്കന്. ഞാൻ പെണ്ണ് വേറെ ആരെയും കെട്ടിപ്പോയിണ്ടാവും. വണ്ടി പൈസ കൊടുക്കണ്ടല്ലോ. ഒരു മിനിറ്റ്. ഇനി 1 മിനിറ്റോ? ഈ വല്ലാണ്ട് കിട്ടില്ല കേട്ടോ. എനിക്കത് തമാശയായിട്ട് തോന്നില്ല. ഇതെന്താ ഗിരിയേട്ടാ ഇത്? അതേതാ കമ്പൈമിലാറ്റം കൊളുത്തിയതാ. ഞാനല്ല, ഇന്ന് സജിയ കൂടെ പോണ്ടേ. ഗിരിനെ ഇങ്ങനെ ഒറ്റക്ക് വിടരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? സജി അല്ലെങ്കിൽ കേക്ക് കൂടെ പോകണമെന്നല്ലേ പാർട്ടിയുടെ നിർദ്ദേശം? വല്ല സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഓനെ എങ്ങനെ വെറുതെ ചീത്ത പറയണ്ട. കൈ പൊള്ളിയോണ്ട് ഞാനാ പറഞ്ഞു പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. എവിടെ നോക്കട്ടെ. ചേട്ടാ, എന്റെ മുതലാളി ഇവിടെ ഉണ്ടോ? ആ മുതലാളി, നമ്മുടെ സൈറ്റിലെ പണിയുടെ എടാ, ഈ വർക്ക് സൈഡിലെ കാര്യങ്ങളൊക്കെ ഞാൻ ആടെ വന്നിട്ട് പറയാ. നീ എന്താ ഇവിടെ? ആ സൈറ്റിൽ ഞാൻ ഇനി പോകുന്നില്ല മുതലാളി, പോകുന്നില്ല. എന്താ? രാവിലെ എണീക്കണം, കുളിക്കണം, പല്ല് തേക്കണം, ഇതൊക്കെ എനിക്ക് അലർജിയാണ്. ആ ഞാനേ ചോട്ടുകൂനെ കൂടി വിളിക്കട്ടെ. ചോട്ടൂനെ കൂട്ടി പോകാൻ പറ്റിയൊരു വർക്കല്ല അത്. നീ ഒറ്റയ്ക്ക് ചെയ്താൽ മതി. മുതലാളി 2-3 മാസത്തെ പൈസ എനിക്ക് ബാലൻസ് ഉണ്ട്. പൈസ തേതോ, പൈസ എടുക്ക്. നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൈസ വാങ്ങണ്ടല്ലോ. എന്താണ് മുതലാളി, 3 മാസത്തെ പൈസ ആണ് എനിക്ക് ബാലൻസ്. ബാക്കി തേതോ. ഏടാ, 3 മാസത്തെ പൈസ ഞാൻ കേരളത്തിലേക്ക് അയച്ചില്ലേ? അവിടെ പൈസ ട്രെയിന് കയറി അവിടെ എത്തണ്ടേ? ശരിട്ടാ. അങ്ങനെയാണെങ്കിൽ മാക്സിമം കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ട്. ബംഗാളിനെ പറ്റിച്ചില്ല മുതലാളി. അതെന്ത് പറഞ്ഞാലും ഇതെന്താ കിണറ്റുകരയിലൊരു ആൾക്കൂട്ടം? കിണറാന്നുള്ള മനസ്സിലാവില്ലല്ലോ. കിണറാണ്. നീ കാണാൻ വന്ന പെണ്ണ് കിണറ്റി ചാടിയോ? നീ എന്റെ ഫോട്ടോ അങ്ങനെ ആ കുട്ടി നേരത്തെ കണ്ടോ? ഇറങ്ങിറങ്ങി ഒന്ന് പോയോ? മോളെ നീ മോളിക്കുട്ടി പിടി. അത് കൂടെ ഇല്ലേ, മോൾ ഉറങ്ങാൻ കൂടി ഇല്ല. അച്ഛയില് കേറി കളഞ്ഞ് നല്ലോണം പിടിക്കാനല്ലേ?
ക്ലിപ്പല്ലേ മതിലിൽ പിടിച്ചോ ഇങ്ങനെ പെർഫോമൻസ് നല്ല ബംഗാളിയല്ല അച്ഛാ അയക്ക് എന്തെങ്കിലും കൊടുക്ക് പണി പാളിടാ आपने अच्छा काम किया भाई ये लो കിട്ടുമ്പോ കിട്ടും വാങ്ങി പക്കടോ ഭായ് എന്റെ പെർഫോമൻസ് അടിപൊളിയായിനി അപ്പൊ ശരി കുറച്ച് പണികളുണ്ട് ഞങ്ങൾ കൊണ്ടുപോവാട്ടോ ബംഗാളി തരാൻ ഞാൻ നല്ല ബംഗാളി